ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. നാം ഒരിക്കൽ കൂടെ വീണ്ടും ദൈവദിനമായി നമ്മുടെ പഠനമുറിയിൽ ആഴമേറിയ ആത്മീയ സത്യങ്ങൾ പഠിക്കുവാൻ നാം ഈ വിലയേറിയ സമയം ചെലവഴിക്കുകയാണ്. ന്യായപ്രമാണം കൃപയെ സംബന്ധിച്ചുള്ള വ്യത്യാസമാണ് ഈ ദിവസങ്ങളെല്ലാം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യായപ്രമാണം ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കൽപ്പനകളും അരുളപ്പാടുകളുമാണ് എന്ന് നാം കണ്ടു കഴിഞ്ഞു. അഥവാ പ്രവൃത്തിയിലൂന്നിയ ഒരു പ്രമാണമാണ് മോശ നൽകിയത്. എന്നാൽ കൃപ ദൈവത്തിന്റെ അപേക്ഷയാണ്. ന്യായപ്രമാണം നമ്മോട് പലതും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് വേണ്ടതൊക്കെ തരുന്നതാണ് കൃപ. നടക്കുവാൻ പറയുമ്പോൾ നടത്തുന്നതാണ് കൃപ. പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ എല്ലാം ഞാൻ പ്രവർത്തിച്ചു, ഞാനെല്ലാം ചെയ്തു എന്ന് നമ്മളോട് പറയുന്നതാണ് കൃപ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ പ്രിയമുള്ളവരെ, അത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷയാണ്. മിനിസ്ട്രി ഓഫ് കണ്ടംനേഷൻ. നാം ചെയ്യുന്ന ഓരോ ലംഘനങ്ങൾക്ക് ന്യായപ്രമാണം അപ്പോൾ തന്നെ അതിന്റെ ശിക്ഷ കൽപ്പിക്കുന്നു. എന്നാൽ കൃപയോ പാപക്ഷമയുടേതാണ്. ന്യായപ്രമാണം ശപിക്കുന്നു, അഥവാ സർവ്വലോകത്തെയും അത് ശാപത്തിൻ കീഴിൽ അടച്ചു കളഞ്ഞു. എന്നാൽ ദൈവകൃപ ആ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നതാണ്. എല്ലാവിധമായ ശാപത്തിൽ നിന്നും കൃപ നമ്മെ വിടുവിച്ചു. ശാപങ്ങൾ, ആദാമ്യ ശാപം, ന്യായപ്രമാണം കൊണ്ടുവന്ന ശാപം, പാരമ്പര്യ ശാപങ്ങൾ, ഈ ശാപത്തിൽ നിന്നെല്ലാം കൃപ നമ്മെ വിടുവിക്കുന്നു, വീണ്ടെടുക്കുന്നു, എന്നതൊക്കെയായി നമ്മെ സ്വതന്ത്രമാക്കുന്നു. വീണ്ടും നാം പുതിയ നിയമം പഠിക്കുമ്പോൾ ന്യായപ്രമാണം അത് ലംഘിക്കുന്നവരെ കൊല്ലുന്നു. അതുകൊണ്ട് അതിന് മരണ ശുശ്രൂഷ എന്ന് പേരുണ്ടായി. 2 കൊരിന്ത്യർ 3:7. അത് കൊടുത്ത ദിവസം തന്നെ 3000-ഓളം പേരെ കൊന്നുകളഞ്ഞു. എന്നാൽ മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കുന്നതാണ് കൃപ. യോഹന്നാൻ 10:10. ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ. അങ്ങനെ ചില പദങ്ങൾ ബൈബിളുണ്ട്. ജീവനും സമൃദ്ധിയായ ജീവനും. നമ്മുടെ കർത്താവ് നൽകുന്ന സമാധാനവും അപ്പോൾ തന്നെ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം, ക്രിസ്തുവിലുള്ള സന്തോഷവും സന്തോഷത്തിന്റെ പരിപൂർണതയും നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. ന്യായപ്രമാണത്തിന്റെ ഉദ്ഘാടന ദിവസം എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ പ്രമാണമായി മോശ പർവ്വതത്തിൽ ഇറങ്ങി വന്ന അതേ ദിവസം തന്നെ 3000 പേർ ഛേദിക്കപ്പെട്ടു. എന്നാൽ മറ്റൊരു പ്രമാണം, കൃപയുടെ ആത്മാവ് പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ടപ്പോൾ 3000 പേർ രക്ഷിക്കപ്പെട്ടു. പഴയ നിയമത്തിന്റെ പ്രമാണം കൊണ്ടുവന്ന മോശ വെള്ളത്തെ രക്തമാക്കി തീർത്തു. എന്നാൽ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ ക്രിസ്തു വെള്ളത്തെ രക്തമാക്കിയല്ല ചെയ്തത്, വെള്ളത്തെ വീഞ്ഞാക്കി. അതാണ് സെഗിയോൻ മാളികമുറിയിൽ പെന്തക്കോസ്തിന്റെ അഗ്നി ഏറ്റുവാങ്ങിയ ശിഷ്യ സമൂഹത്തെ കുറിച്ച് യഹൂദന്മാർ പറഞ്ഞത്, ഇവർ ലഹരി പിടിച്ചവരാണ്. കാരണം പുതു വീഞ്ഞിന്റെ ലഹരി വിട്ടുമാറിയിട്ടില്ല. കർത്താവായ യേശു തന്റെ അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തതും പച്ചവെള്ളത്തെ വീഞ്ഞാക്കുകയായിരുന്നു. വീഞ്ഞ്, പുതിയ ലഹരി, പുതിയ ജീവൻ. ഈ ദൈവകൃപയ്ക്ക് മാത്രമേ മരണം മാറ്റി ജീവൻ നൽകുവാൻ കഴിയൂ. ഈ കൃപയ്ക്ക് മാത്രമേ ശാപം മാറ്റി അനുഗ്രഹങ്ങൾ നൽകുവാൻ കഴിയൂ. ഈ കൃപയ്ക്ക് മാത്രമേ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കഴിയൂ. അതുകൊണ്ട് നാം കൃപയുടെ സഹകാരികളാണ്. നാം കൃപയിൽ ജീവിക്കുന്നവരാണ്. നാം കൃപയിൽ നിലനിൽക്കുന്നവരാണ്. നാം കൃപയിൽ വളരുന്നവരാണ്. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ പോലെ നാം ആകുന്നത് കൃപയാലാണ് ആകുന്നത്. അതുകൊണ്ട് ഈ സന്ദേശ പ്രിയമുള്ളവരെ വളരെ ശ്രേഷ്ഠമേറിയൊരു ആത്മീക പഠനമാണ്. ഒത്തിരി വ്യത്യാസങ്ങൾ നമുക്ക് റോമാലേഖനം, ഗലാത്യലേഖനം, പൗലോസിന്റെ ഇതര ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സകലവായും അടക്കിയാണ് ന്യായപ്രമാണം ചെയ്തത് എന്ന് റോമാലേഖനം 3:10 നാം കണ്ടു കഴിഞ്ഞു. മനുഷ്യൻ പാപിയാണെന്ന് ന്യായപ്രമാണം പറഞ്ഞതുവഴി ദൈവമുമ്പിൽ അവൻ ഊമനായി തീർന്നു. എന്നാൽ കൃപ ദൈവത്തെ സ്തുതിക്കുവാൻ സകല നാവും തുറക്കുന്നു. എല്ലാ അധരവും തുറന്ന് യേശുവിനെ ക്രിസ്തുവെന്ന് ഏറ്റുപറയുവാൻ കൃപ എല്ലാവർക്കും ശക്തി നൽകും. അതുകൊണ്ട് ന്യായപ്രമാണം അടയ്ക്കുന്നു, കൃപ തുറക്കുന്നു. ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ മനുഷ്യനെ അനുവദിക്കാതെ ദൂരെ അകലത്തിൽ നിർത്തുന്നതാണ് മോശിക പ്രമാണം. പുറപ്പാട് പുസ്തകം 20:8 മുതൽ 18 മുതൽ 20 വരെയുള്ള വാക്യം. ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇതായിരുന്നു ന്യായപ്രമാണം. എന്നാൽ പാപിയായ മനുഷ്യനെ യാതൊരു പരിമിതിയും കൂടാതെ പരിശുദ്ധനായ ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്യുവാനുള്ള അവകാശം നൽകി ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് കൃപ. ഇന്നത്തെ എന്റെ ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ തിരുസന്നിധി എന്നുള്ള ഈ പ്രഭാത സന്ദേശം കേട്ട എല്ലാ പ്രിയമുള്ളവർക്കും ഈ ദൂതുകൾ വളരെ ആത്മജീവിതത്തിൽ വളരുവാൻ ഇടയായി തീരും. കാരണം നമ്മ ഒരു പുതിയ പ്രമാണത്തിന്റെ കീഴിലാണ്. ആ പ്രമാണം സ്നേഹം പ്രദാനം ചെയ്യും. സ്നേഹത്തിൽ ഊന്നിയ ഒരു പുതിയ പ്രമാണം. അവിടെ മധ്യസ്ഥനായ ക്രിസ്തു നിൽക്കുന്നു. അപ്പോൾ തന്നെ മഹാപുരോഹിതനായ ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പ്രായശ്ചിത്ത രക്തം എന്റെ പാപങ്ങളെ വീണ്ടെടുത്തതാണെന്ന് വിശുദ്ധീകരിച്ചു എന്ന് രക്തം വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് എന്റെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു, എന്നെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി പകരുന്നു. കൃപയുടെ ആത്മാവിനാൽ അനുനിമിഷവും ഞാൻ ആത്മീയമായ ഉത്തേജനം, ശക്തി, പുതിയ ഊർജം ഞാൻ പ്രാപിക്കുന്നു. ഈ പ്രമാണത്തിന് കീഴിൽ പുതിയൊരു സമഭാവന, എല്ലാവരെയും സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും എല്ലാവരോടും സഹകരിക്കുവാനും കഴിയുന്ന മറ്റൊരു പ്രമാണമാണ് കൃപ നമുക്ക് സമ്മാനിച്ചത്. അകലങ്ങളില്ലാത്ത, ദൂരങ്ങളില്ലാത്ത, പരിമിതികളില്ലാത്ത ഒരു പുതിയ ലോകം. പഴയ പ്രമാണത്തിന് കീഴിൽ കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് ന്യായപ്രമാണം ആവശ്യപ്പെടുമ്പോൾ പുതിയൊരു പ്രമാണം എനിക്ക് സമ്മാനിച്ചത്
വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ്. അതെന്താണ്? വലത്തെ ചെകിടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക എന്നതാണ് കൃപയുടെ നിർദ്ദേശം. പ്രിയമുള്ളവരെ, ഗിരിപ്രഭാഷണത്തിന്റെ അന്തസത്ത, ഗിരിപ്രഭാഷണത്തിന്റെ ആ ഒരു സാരോപദേശത്തിന്റെ പിന്നിലുള്ള ആത്മാവ് കൃപയുടെ ആത്മാവല്ലാതെ മറ്റെന്താണ്? അവിടെ ശത്രുക്കളെ സ്നേഹിക്കുവാനും ഉള്ളതെല്ലാം വിട്ടു നൽകുവാനും പകരം ചെയ്യാതെ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരുവാൻ, അവിടെ എല്ലാവരും തുല്യരായി കാണുവാൻ, അങ്ങനെ ഒരു ദൈവരാജ്യം നമുക്ക് നൽകുവാൻ കൃപയ്ക്ക് കഴിയും. അതാണ് മോശ കൊണ്ടുവന്ന ന്യായപ്രമാണത്തിന് ഉള്ള പരിമിതിയും കൃപയുടെ പ്രമാണത്തിന് ഉണ്ടായ ശക്തി. കൃപയുടെ പ്രമാണത്തിന് കീഴിൽ സാക്ഷാൽ ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ സ്വഭാവവും ക്രിസ്തുവിന്റെ രാജ്യവും ക്രിസ്തുവിന്റെ മഹത്വവും നമ്മിൽ കൂടി വെളിപ്പെടുത്തുവാൻ പിതാവിന് ദയ തോന്നി. അതുകൊണ്ടാണ് നിന്റെ ശത്രുവിനെ പകയ്ക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് ന്യായപ്രമാണം പഠിപ്പിച്ചപ്പോൾ ശത്രുവിനെ സ്നേഹിക്കുവാൻ കൃപ നമ്മെ പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ദൂതുകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. ഇവിടെയാണ് നാം കൃപയിൽ നിലനിൽക്കുന്നത്, വളരുന്നത്. നിശ്ചയമായും അപ്രകാരം ഒരു പരിവർത്തനം, സവിശേഷമായ ഒരു വലിയ മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുവാൻ കൃപയ്ക്ക് കഴിയും. നാം ഒരിക്കൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്ത് നാം നല്ലതായി തീരുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക, നീതിമാനായി ജീവിക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിലെ കൃപയെ അനുവദിക്കുക. ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൃപയെ നിങ്ങൾ അനുവദിക്കുക. അവിടെ നിങ്ങൾ പൂർണ്ണനായിത്തീരും. നിങ്ങളുടെ ആത്മജീവിതം അവിടെ വിജയിക്കും. എല്ലാം കൃപയാണ്. ആ കൃപയിൽ നിലനിൽക്കുവാൻ ഇന്ന് പരക്കാലവും ആ കൃപയുടെ അനുഗ്രഹങ്ങൾ അതിന്റെ അവകാശികളായി തീരുവാൻ നമുക്ക് ഏവർക്കും കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.